ഇവിടെ ഒരു സംഗമമാണ്. സംഗമം എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേരലാണ്. അതിൻ്റെ മുന്നിൽ ഒരു വാക്കുണ്ട്, ആത്മ. ഈ ആത്മ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ തിരിച്ചും മറിച്ചും ഒന്ന് ചിന്തിക്കണം. ആത്മാർത്ഥത, ആത്മാവ്, പരമാത്മാവ്, ജീവാത്മാവ്, മഹാത്മാവ്, പുണ്യാത്മാവ്, ഇങ്ങനെ നമ്മൾ ആത്മപദത്തെ ഉദ്ദേശിച്ച് പറയാറുണ്ട്. ജീവിതം ഒരു ചോദ്യചിഹ്നമാണ്. ഈ മഹനീയമായ ഉടുപ്പും ധരിച്ച് നമുക്ക് ഭാരതത്തിൽ ഒരു ജന്മം കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ വില സാധാരണ കാഴ്ചപ്പാടിൽ എനിക്കറിയില്ലായിരുന്നു. അതിന് നിമിത്തം ഒരു സത്യം അന്വേഷിക്കണമെങ്കിൽ നമുക്ക് പല മഹാത്മാക്കൾക്കും ഒരു ടേണിംഗ് പോയിൻ്റ് വരുമ്പോൾ ഒരു സംശയം വരാം. ഇനി അങ്ങോട്ടുള്ള ഈ 4 മുക്ക് വരുമ്പോൾ ഇതിനപ്പുറത്തേക്കൊരു നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെയാണ് ഒരു നേർ വഴി കാട്ടുന്ന ഒരു ഗുരുവിൻ്റെ ഒരു സത്യ അന്വേഷി അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുക നമുക്ക് ജീവിതത്തിൽ. നിങ്ങൾക്കും അത്തരത്തിൽ ഒരു 4 മുക്കിൽ നമ്മൾ അകപ്പെട്ടി നിൽക്കുമ്പോൾ ആ ശരിയായ റൂട്ട് പറയാൻ ഈശ്വരൻ നിയോഗിച്ച ഒരാളാണ്. നമ്മൾ ജന്മം കൊണ്ട് 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് എന്ന് പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിലും ചർച്ചുകളിലും പുരോഹിതന്മാരുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സമകാലികരും നമ്മുടെ സഹവർത്തിലുള്ള ആൾക്കാരും പറയുന്ന ചില നല്ലതും അഴിക്കുകയുമായ തെറ്റിദ്ധാരണ ഈ ശിരോമണി മണ്ഡലത്തിൽ അടിഞ്ഞിരിക്കുകയാണ്. ജാതി, മതം, അത് ഇത് എന്നെല്ലാം പറയുന്ന നിരാശ, വിഷാദം. അപ്പോൾ നമുക്ക് നമ്മെ അറിയില്ല, ഗുരുവിനെ അറിയില്ല, ദൈവത്തെ അറിയില്ല. അവിടെ ആണ് ഈ പറഞ്ഞ വഴികാട്ടിയുടെ ആവശ്യം. ഒരേ ഒരു പേടകമാണ് നമ്മുടെ ശിരോമണി മണ്ഡലം. ഏതൊരു വ്യക്തിക്കും ജീവിതം ഒളിഞ്ഞിരിക്കുന്നത് ഈ തലയിലാണ്, തലസ്ഥാനത്താണ്. ഈ തലയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ശരീരം നയിക്കുന്നത്. അപ്പോൾ എന്നെ ഞാനാക്കി വഴി നടത്തണമെങ്കിൽ ഇതിനകത്തെ ഡ്രൈവർ കറക്റ്റായിരിക്കണം. ആ ഡ്രൈവറാണ് ഈ ജീവാത്മ എന്ന് പറയുന്ന ഒരു പൊരുൾ. അപ്പം ഞാൻ വലിയ വിദ്യാഭ്യാസം ഉള്ള ആളല്ല. ഭൗതികമായ ആ കാര്യത്തിന് ഞാൻ ഗൾഫിലും അങ്ങുഞ്ഞൊക്കെ പോയി ഒരു ഗുരു ആലയസ്വാമി എന്ന് പറയുന്ന ചിന്താലേശ്വരൻ്റെ മഹനീയ മടിത്തട്ടിൽ ചെന്ന് എനിക്ക് അഭയം പ്രാപിക്കാൻ കഴിഞ്ഞതാണ് എനിക്കൊരു വഴിത്തിരിവുണ്ടായത്. അപ്പോൾ ഞാനും ഒരു ക്രിസ്തീയ കുടുംബവും ആയിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലാണ് വന്ന് പിറന്നത്. അപ്പോൾ ഈ ചിന്താലേശ്വരനെ ഞാൻ ഉൾക്കൊണ്ടപ്പോൾ അമ്പൂരി ദ്രവ്യപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയാൽ, അപ്പോൾ എൻ്റെ റൂട്ട് അങ്ങനെ ആയിരിക്കാം, ഭഗവാൻ അറിയാം, അല്ലെങ്കിൽ ഗുരുക്കന്മാർക്കറിയാം അവിടെ ചെന്നിരുന്ന വല്ലതും കിട്ടുമെന്ന് പറഞ്ഞു. കാന്തം ഇരുമ്പിനെ ആകർഷിച്ച പോലെ. അപ്പോൾ ഗുരുക്കന്മാരും ശിഷ്യഗണങ്ങളും അതാണ് കാര്യം. അന്വേഷണം അല്ലെങ്കിൽ സത്യം അന്വേഷിക്കണം എന്ന താല്പര്യമുള്ള ഒരാളിന് ഗുരുക്കന്മാരെ ഇഷ്ടപ്പെടും. സത്യം അന്വേഷിക്കണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഞാൻ അമ്പൂരി ദ്രവ്യപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം, ദ്രവ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക സമ്പത്തുകളാണ്. ഈ ഭൗതിക സമ്പത്താണ് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊതിക്കുന്നത്. ഞാൻ ആ ഗുഹാക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ധ്യാനമിരുന്നു.
അപ്പോൾ ഞാൻ ഓം നമഃശിവായ മന്ത്രമാണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ പൊരുൾ എനിക്കറിയില്ല, പക്ഷേ ഈ ശവത്തിൽ എന്തോ ഒന്നുണ്ടെന്നറിയാം, ശിവം ഉണ്ടെന്നറിയാം. അങ്ങനെ ദേഹം എന്താണ്, ദേഹി എന്താണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആദ്യം 1ാം ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഓം നമഃശിവായ ജപിച്ച് ഞാൻ എന്നെ അങ്ങ് മറന്നു. ഞാനെന്ന ഇത് അവസ്ഥയെ അങ്ങ് മാറിയപ്പോൾ ഒരു രൂപം തെളിഞ്ഞു. അതൊക്കെ സാധാരണ നമുക്ക് ഈ സ്വപ്ന അവസ്ഥയെ വരും പോലെയാണ്. ഈ പ്രപഞ്ച ഏതോ ഒരു സങ്കല്പത്തിൽ ആ പ്രപഞ്ച മാതാവായിട്ട് എനിക്ക് ദർശനം. മക്കൾ പോകും, ഞാൻ കൂടെ. പക്ഷേ ഇത് പുറത്തല്ല, അന്തരാത്മാവിൽ തെളിഞ്ഞതാണ്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് സങ്കല്പങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കിടന്ന കട്ടിലിൻ്റെ അടിയിൽ നിന്ന് മണ്ടയ്ക്കാടമ്മ അവിടെ പുറ്റ് രൂപേണ ഉണ്ടായ പോലെ ഞാൻ ഈ പഞ്ചതത്വമായ വെള്ളവും വളവും ശ്വാസവും എല്ലാം കൂടി ചേർന്ന പഞ്ചതത്വമായ ഈ ഉടൽ എടുത്തതുപോലെ മൺപുറ്റ് രൂപേണ ഒരു രൂപം തെളിഞ്ഞു. ചിതലുകളാണ് എൻ്റെ രാജാവ്, ശില്പികൾ. അങ്ങനെ ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടു. സംഗതി എന്താണെന്നറിയുമോ? നമ്മളിരിക്കുന്ന അഹങ്കാരമാണ്. പക്ഷേ നമ്മളുടെ ഈ അഹങ്കാരം മാറണമെങ്കിൽ മുമ്പിൽ ഇരിക്കുന്ന ഗുരുവിനെയോ അല്ലെങ്കിൽ ദൈവത്തെയോ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയോ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഞാൻ പരാശക്തിയെ, പ്രപഞ്ച മാതാവിനെ എല്ലാം കൂടെ, അമേരിക്ക റഷ്യ എല്ലാം ഉണ്ടാക്കിയ ഈ പ്രപഞ്ചത്തെ ഹരിതക രൂപേണ സാരി ഉടുത്ത, പച്ച സാരി ഉടുത്ത ഒരു സങ്കല്പത്തിൽ ഈ അമ്മയെ അങ്ങോട്ട് ഉപാസിച്ചപ്പോൾ അമ്മ അച്ഛനെ കാണിച്ചു തരുമല്ലോ. അപ്പം എനിക്കൊന്നും പറഞ്ഞുകൂടാതെ ആദ്യം നമ്മൾ ഇത് പറയുന്നത് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു മാതാവായിരിക്കണം. ആ അമ്മയെ ഞാൻ അങ്ങോട്ട് പരിപാലിച്ചപ്പോൾ അമ്മ എന്നെ പരിപാലിച്ചു തുടങ്ങി. നമ്മളൊരു ചെടിയെ അങ്ങോട്ട് പരിപാലിച്ചപ്പോൾ ആ ചെടി ഇങ്ങോട്ട് ഫലം തന്നു തുടങ്ങി. അങ്ങനെ ഈ ആദി ഗുരുവായ ദക്ഷിണാമൂർത്തി ഗുഹയിലാണ് ഞാൻ ചെന്നിരുന്നതെന്നൊക്കെ പിന്നീടാണ് ഞാൻ ബോധത്തിൽ തെളിയുന്നത്. ഇത് രണ്ടുമായിട്ട് ചിന്താലേശ്വരം പറഞ്ഞു വിട്ടതാണല്ലോ. ചിന്താലേശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറയണം, ഭഗവാൻ ഇങ്ങനെ ഇവിടെ ഇത് അപ്പൂപ്പനെ പോലെ ഇരുന്നിട്ട് കാര്യമൊന്നും, ഞാൻ മഹാകാര്യമെല്ലാം ചെയ്തിട്ട് വന്നിരിക്കുകയല്ലേ. അതായത് നമ്മളെ സാധാരണ ഒരു ഭൗതിക തലത്തിലാണ് നമ്മളെ ഗുരുക്കന്മാരെ സാധാരണ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളായാലും ശരി, ഇതിനകത്തിരിക്കുന്ന സംസ്കാരത്തെ, തപസ്സിനെ, ആ ആത്മതേജസ്സിനെ വേറൊരാളിന് അറിയാൻ പറ്റില്ല. നമ്മളെ നമുക്കേ അറിയാം. വേറെ ആ മഹാത്മാവ് പറഞ്ഞ പോലെ അദ്ദേഹം ബാല്യത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് നിറഞ്ഞവൻ. കാര്യം എന്ന് പറഞ്ഞാൽ ആശാൻ ബാല്യത്തിൽ എത്തണമെന്ന് പറഞ്ഞ പോലെ വിനയി വേദാന്തി. അങ്ങനെ ഞാൻ ചിന്താലേശ്വരനെ അപ്പം മാതാവായി, പിതാവായി, ഗുരുവായി. അപ്പം ഇവർ മൂന്നുപേരാരാണ്? ആത്മാക്കളാണ്. നിങ്ങളാരാണ്? ആത്മാക്കളാണ്. ഈ ശവമല്ല, ശിവമാണ്. നിങ്ങളെ എന്ത് സമ്പത്തിനേക്കാൾ നേട്ടമായ ഒരു സമ്പത്ത് നിങ്ങളുടെ സത്യം എന്താണ്? ഞാനെന്ന് പറയുന്ന ഒരു ചൈതന്യം. ഈ ഞാൻ എവിടെ ഇരിക്കുന്നു അറിയില്ല. ഈ ഞാനിനെ കാണിച്ചു തന്നാലേ താതനെ കാണാൻ പറ്റൂ. ഞാനെന്ന് പറയുമ്പോൾ ജീവാത്മാവ്, താതനെന്ന് പറയുമ്പോൾ പരമാത്മാവ്. ഞാൻ മാങ്ങയാണെങ്കിൽ, പ്രപഞ്ചമൊരു മാവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു മത്സ്യമാണെങ്കിൽ, ഈ പ്രപഞ്ചമാകുന്ന കടൽ കിടന്നുകൊണ്ട് നമ്മൾ കടലിനെ അറിയുന്നില്ല. മീൻ പറയുന്ന എവിടെയാണ് കടലെന്ന് കേൾക്കും പോലെയാണ്. ഈ ശ്വാസം എടുക്കുന്ന അതേ പേരിൽ ഒരു സാധനം കൂടെ ചേർത്താൽ ഈശ്വരനായി. ഈ ശ്വാസം നിലച്ചാൽ നമ്മളുണ്ടോ? അപ്പം ഈ ശ്വാസമാണ് ഈശ്വരൻ. ഈ ശ്വാസം എടുത്ത് നമ്മൾ വിളയാടുമ്പോൾ അതിനാണ് പ്രാണായാമം എന്നൊക്കെ പറയുന്നത്. എനിക്ക് ആ വഴി ഒന്നും എനിക്കറിയില്ല. ഞാൻ ഒരു കാട്ടുപോത്ത്
എനിക്കൊരു ചിന്താലേശൻ്റെ ഒരു മഹത്വം കൊണ്ട് ഞാൻ അതിലള്ളിപ്പിടിച്ചു. അതിലള്ളിപ്പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഗുരുക്കന്മാരാരെന്നറിയോ? ചിതലുകളാണ്. അവർ രാവിലെ വന്ന് മെനഞ്ഞ് അവരെ ഡ്യൂട്ടി ചെയ്ത് പിന്നും രാത്രി അടച്ചു വെച്ചിട്ട് വീണ്ടും പോവും. പിന്നെ എനിക്കും എന്തുകൊണ്ട് രാവിലെ മുതൽ ഈ വേല ചെയ്തോളാം.